മൂക്കുമുട്ടയെ തിന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൂക്കിൽ വെച്ച മുട്ട തിന്നു അല്ല, വയറ് നിറയെ തിന്നു. ഇതുപോലെ പല പ്രയോഗങ്ങളുണ്ട്, അത് പഠിക്കണം. കയ്യും കണക്കുമില്ലാതെ എന്താ അർത്ഥം? കണക്ക് പഠിക്കാത്ത പാമ്പ്. പാമ്പോ? പാമ്പിന്റെ കാര്യം ആര് പറഞ്ഞു? പാമ്പിന്റെ കൈയില്ലല്ലോ, കണക്ക് പഠിക്കാത്തത് കൊണ്ട് കണക്കുമില്ല. അതൊന്നുമല്ല, കയ്യും കണക്കുമില്ലാതെ എന്ന് പറഞ്ഞാൽ വളരെയേറെ എന്നർത്ഥം. നിങ്ങൾ എന്താ അകലെ നിൽക്കുന്നത്? ഇവിടെ വന്ന് ഇരുന്നോളൂ. കുട്ടികൾക്ക് നിങ്ങളും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ നല്ലതാ. കുട്ടികളെ, ഇതാണ് ബുദ്ധിമാനായ സൂത്രനും ശേരുവും. സൂത്രനാ ബുദ്ധിമാൻ, ഞാൻ സാധാ മാനാ. ഇനി അടുത്ത ചോദ്യം. കല്ല് വെച്ച നുണ എന്ന് പറഞ്ഞാൽ എന്താ? കല്ല് എവിടെയെങ്കിലും വെക്കാതെ വെച്ചു എന്ന് നുണ പറയുന്നത്. തെറ്റ്. വലിയ നുണ എന്ന അർത്ഥം. വലിയ കല്ല് വെക്കുന്ന നുണയാണോ സൂത്ര? താനൊന്നും മിണ്ടാതിരി. ഇതുപോലെ വേറെ പ്രയോഗങ്ങളുണ്ട്. വയ്യാവേലി പുലിവാല്, ഇതിന്റെയൊക്കെ അർത്ഥം അറിയാമോ? വയ്യാത്ത വേലിയിൽ ചാരി നിൽക്കുന്നത് വയ്യാവേലി. മണ്ണം കട്ട. ഇത്രയും ഞാൻ ക്ഷമിച്ചു, ഇനി പറ്റില്ല. കളിയും തമാശയും ഒക്കെ കഴിഞ്ഞു. പഠിക്കാൻ വന്നാൽ പഠിക്കണം, ഇല്ലെങ്കിൽ നിർത്തിപ്പോടാ. ഇന്നെനിക്ക് രണ്ടിലൊന്ന് അറിയണം. ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരെ ഇത്രയും മണ്ടന്മാരായാൽ എനിക്കാ മോശം. സൂത്ര, വയ്യാവേലി എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് വെച്ചാൽ നമ്മളെ കുഴപ്പിക്കുന്ന കാര്യം. മാഷേ, ഞാൻ പറയട്ടെ, വയ്യാവേലി നമ്മളെ കുഴപ്പിക്കുന്ന കാര്യം. വളരെ ശരി, കേട്ടോടാ, കേട്ട് പഠിക്ക്. എങ്കിൽ പുലിവാലിന്റെ അർത്ഥം കൂടി പറഞ്ഞു കൊടുക്ക്. അത് വേണ്ടെന്ന് സാറ് നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ എപ്പോ പറഞ്ഞു? രണ്ടിലൊന്ന് അറിയണം